നമസ്കാരം. ബി.ജെ.പി. എംപിയും ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് താക്കീത് നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഗുസ്തി ഫെഡറേഷനിൽ ഇനി അനാവശ്യ ഇടപെടലുകൾ നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ മുന്നറിയിപ്പ്. ദേശീയ തലത്തിൽ വലിയ തിരിച്ചടി ആയേക്കാം എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ബി.ജെ.പി. ഇത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. മോദിയുടെ നിർദ്ദേശപ്രകാരം ബ്രിജ്ഭൂഷണെ നേരത്തെ വിളിച്ചു വരുത്തി ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ സമയം തന്നെ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിക്കൊണ്ട് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ഒരു നീക്കവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെ ദേശീയ ഗുസ്തി ഫെഡറേഷൻ ഭരണ നിർവഹണത്തിനായി താൽക്കാലിക ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ നിയോഗിച്ചിരുന്നു. ഭൂപീന്ദർ സിംഗ് ബജ്ജിയുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതിക്കായിരുന്നു ഇതിന്റെ ചുമതല. വിലക്ക് നേരിട്ട ഭരണസമിതിക്ക് പകരമായി അഡ്ഹോക് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും വനിതാ അധ്യക്ഷ വേണം എന്നുള്ള തീരുമാനം, അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇവർ പരിഗണിച്ചിരുന്നില്ല. ഭൂപീന്ദർ സിംഗ് ബജ്വയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ തലവനായി വന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായ ബിജ്വ നേരത്തെ ഫെഡറേഷന്റെ വിലക്ക് നേരിട്ട സമയത്തും അഡ്ഹോക് കമ്മിറ്റി അംഗമായി തന്നെ തുടർന്നിരുന്നു. എന്തായാലും എന്തുകൊണ്ടാണ് ബി.ജെ.പി. ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത് എന്നതിന്റെ ഉത്തരം ഉത്തർപ്രദേശിലെ സ്ത്രീകൾ തന്നെയാണ്. ജാതീയമായ സമവാക്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഉത്തർപ്രദേശിലെ സ്ത്രീകളുടെ വികാരത്തിന് ബി.ജെ.പി. വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കാരണം കിഴക്കൻ യു.പിയിലെ അതിശക്തനായ നേതാവ് തന്നെയാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. പക്ഷേ ഒളിമ്പ്യനായ സാക്ഷി മാലിക്കിന്റെ വിരമിക്കൽ പ്രഖ്യാപനം, അതേ തുടർന്ന് അവർ കരയുന്ന ഒരു ചിത്രമൊക്കെ ഉത്തർപ്രദേശിലെ സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ കുറിച്ച് വലിയ എതിർപ്പുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു കർശന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.